നമസ്കാരം. ഇന്ത്യൻ പൗരന്മാർക്ക് യാത്രകൾ കൂടുതൽ സുഗമമാക്കിക്കൊണ്ട് ജർമ്മനി ട്രാൻസിറ്റ് വിസ നിയമത്തിൽ മാറ്റം വരുത്തുന്നു. മറ്റ് രാജ്യങ്ങളിലേക്ക് ജർമ്മനിയിലെ വിമാനത്താവളങ്ങൾ വഴി പോകുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ഇനി മുതൽ എയർപോർട്ട് ട്രാൻസിറ്റ് വിസ ആവശ്യമില്ല. ജർമ്മനിയുടെ ഔദ്യോഗിക ഗസറ്റിൽ ഇക്കാര്യം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് ഇന്നലെ ജർമ്മൻ എംബസി വ്യക്തമാക്കി. ഇന്ന് ജൂൺ 3 മുതലായിരിക്കും ഈ മാറ്റം നിലവിൽ വരിക. ഇതോടെ ജർമ്മൻ വിമാനത്താവളങ്ങളിൽ വിമാനം മാറിക്കയറി മറ്റ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് എയർപോർട്ട് ട്രാൻസിറ്റ് വിസ എടുക്കേണ്ടി വരില്ല. ഈ വർഷം ആദ്യം ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെഴ്സ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ കൈക്കൊണ്ട തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ നടപടിയെന്നും ജർമ്മൻ എംബസി അറിയിച്ചു. ഫ്രാങ്ക്ഫർട്ട്, മ്യൂണിക് തുടങ്ങി ജർമ്മനിയിൽ പ്രധാന വിമാനത്താവളങ്ങളിൽ മാറിക്കയറി യൂറോപ്പിലേക്കും വടക്കേ അമേരിക്കയിലേക്കും യാത്ര ചെയ്യുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് ഈ നടപടി ഉപകാരപ്രദമാകും. ഇരു രാജ്യങ്ങൾക്കിടയിലെ സൗഹൃദവും വ്യാപാര ബന്ധങ്ങളും ശക്തിപ്പെടുത്താൻ ജർമ്മൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നതിന്റെ തെളിവാണ് ഈ നടപടിയെന്നും എംബസി വൃത്തങ്ങൾ പറയുന്നു. ഇതോടെ ജർമ്മനി വഴി സഞ്ചരിക്കുന്ന ഇന്ത്യക്കാർക്ക് യാത്ര കൂടുതൽ സുഗമമാകും എന്ന് മാത്രമല്ല, അതിനായുള്ള പേപ്പർ വർക്കുകൾ കാര്യമായി കുറയുകയും ചെയ്യും. വിസ നിയമങ്ങൾ എന്തായാലും ഇന്ത്യയും മാറ്റം വരുത്തുകയാണ്. രാജ്യത്ത് 150 ദിവസത്തിലധികം തങ്ങാൻ ഉദ്ദേശിക്കുന്ന വിദേശികൾക്കായുള്ള വിസ നിയമങ്ങളിൽ ഇന്ത്യൻ സർക്കാരും മാറ്റം വരുത്തി. ഇനി മുതൽ 180 ദിവസങ്ങളിൽ കൂടുതൽ ഇന്ത്യയിൽ തുടരണമെങ്കിൽ വിസ കാലാവധി തീരുന്നതിന് മുൻപായി രജിസ്റ്റർ ചെയ്യേണ്ടതായി വരും. ചില അടിയന്തര ഘട്ടങ്ങളിൽ മാത്രമേ വിസ കാലാവധി നീട്ടി നൽകുകയുള്ളൂ. ഓരോ തവണയും 150 ദിവസത്തെ താമസം മാത്രം അനുവദിക്കുന്ന 180 ദിവസങ്ങളെക്കാൾ കൂടുതൽ ദിവസത്തേക്ക് വിസയുള്ളവർ 150 ദിവസ കാലാവധി തീരുന്നതിന് മുൻപായി രജിസ്റ്റർ ചെയ്തിരിക്കണം. അതുപോലെ മാതാപിതാക്കളിൽ ഒരാൾ വിദേശിയായ കുട്ടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നേരത്തെ നിലവിലുണ്ടായിരുന്ന നിയമപ്രകാരം കുട്ടിയുടെ ജനനശേഷം 30 ദിവസങ്ങൾക്കുള്ളിൽ വിവരം രജിസ്ട്രേഷൻ ഓഫീസറെ അറിയിക്കേണ്ടതുണ്ട്. വിസ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ടാണ് ഇത്. എന്നാൽ പുതിയ നിയമം അനുസരിച്ച് മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരത്വമുള്ള വ്യക്തിയും ആ വ്യക്തി ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കാത്ത സാഹചര്യവുമാണെങ്കിൽ ഈ നിബന്ധന കുട്ടികൾക്ക് ബാധകമാവില്ല. എന്നാൽ ഈ കുട്ടി ഇന്ത്യയിൽ ഉള്ളപ്പോഴോ മറ്റേതെങ്കിലും അവസരത്തിലോ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തിന്റെ പൗരത്വം എടുത്താൽ മാതാപിതാക്കൾ അക്കാര്യം രജിസ്ട്രാറെ അറിയിക്കണം എന്നും നിയമം അനുശാസിക്കുന്നു. എന്തായാലും ഇന്ത്യയും ജർമ്മനിയും തങ്ങളുടെ വിസ നിയമങ്ങളിൽ വരുത്തിയ പുതിയ പരിഷ്കാരങ്ങൾ ഇരു രാജ്യങ്ങളിലെയും പൗരന്മാർക്കും അന്താരാഷ്ട്ര യാത്രക്കാർക്കും വലിയ തോതിൽ ആശ്വാസം പകർന്നവയാണ്. ജർമ്മനി വഴിയുള്ള എയർപോർട്ട് ട്രാൻസിറ്റ് വിസ ഒഴിവാക്കിയ നടപടി യൂറോപ്പിലേക്കും വടക്കേ അമേരിക്കയിലേക്കും യാത്ര ചെയ്യുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ പൗരന്മാരുടെ യാത്രാക്ലേശങ്ങളും പേപ്പർ വർക്കുകളും ഗണ്യമായി കുറയ്ക്കും. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുന്നതിന് കാരണമാകും. അതേസമയം ഇന്ത്യയിൽ ദീർഘകാലം താമസിക്കുന്ന വിദേശികൾക്കായി രാജ്യം ഏർപ്പെടുത്തിയ പുതിയ രജിസ്ട്രേഷൻ നിബന്ധനകൾ സുരക്ഷാ നിയമ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ സഹായിക്കുന്നതാണ്. മാതാപിതാക്കൾ ഒരാൾ ഇന്ത്യൻ പൗരനായിട്ടുള്ള കുട്ടികൾക്ക് രജിസ്ട്രേഷനിൽ നൽകിയ ഇളവ് പ്രവാസി കുടുംബങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായും മാറും.